ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന എന്നാൽ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കിൻ്റെ സെൻറ്ററിൽ നിന്നും താഴേക്ക് 2 ഇഞ്ചിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശമാണിത്. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെയുള്ളൊരു പീസ് തുണി വെച്ചിട്ട് ഈ ഒരു സൈഡിലൂടെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ഇതുപോലെയുള്ള ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ തുണിയുടെ പീസിനെ ഇതിൻ്റെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇവിടുത്തെ അളവ് എടുക്കണം. പത്ത് ഇഞ്ചാണ് ഇവിടുത്തെ അളവ് കിട്ടിയിട്ടുള്ളത്. ഒരു സൈഡിലെ അളവാണ് 10 ഇഞ്ച്. അപ്പോൾ 2 സൈഡിലേക്കാവുമ്പോൾ 20 ഇഞ്ചാണ്. അപ്പോൾ നെക്കിൽ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയുടെ ലെങ്ത്ത് എടുക്കേണ്ടത് 20 ഇഞ്ചിലും കൂടുതൽ എടുക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ഇഞ്ച് വീതിയും 35 ഇഞ്ച് നീളവുമുള്ള തുണിയാണ്. ഈ തുണിയുടെ ഈ 2 സൈഡും ഇതിൻ്റെ റോങ് സൈഡിലേക്കാക്കി ചെറുതായി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗവും ഇതുപോലെ റോങ് സൈഡിലേക്കാക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ഭാഗത്ത് ഒരു ഭാഗത്തുള്ള ത്രെഡ് പതുക്കെ വലിച്ചിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നെക്ക് ഇതുപോലെ ഒന്ന് പിടിച്ച് ബാക്ക് പാർട്ടിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. ടോപ്പിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെയാണ് നിവർത്തിയിട്ടിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് ഈ ഫ്രില്ലിട്ട തുണിയുടെ റോങ് സൈഡ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ബാക്ക് പാർട്ടിൽ ആ നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്തൊരു പിൻ ചെയ്ത് കൊടുക്കാം. ഇനി 1/4 ഇഞ്ചിൽ ഈ നെക്കിൻ്റെ റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പീസിൽ ക്രോസ് പീസ് കിട്ടിയിട്ടില്ലെങ്കിൽ 2 ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഒറ്റ പീസാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 40 ഇഞ്ചാണ്. ഇനി ഈ ഒരു ക്രോസ് പീസ് ഈ നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ഈ നെക്കിൻ്റെ ബാക്ക് ഭാഗത്തെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ ക്രോസ് പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ക്രോസ് പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ ടോപ്പിൽ ബാക്ക് ഭാഗത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത പോയിൻറ്റും ഒരുമിച്ച് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാം.
ടോപ്പിൻ്റെ റോങ് സൈഡിൽ ഈ ക്രോസ് പീസിൻ്റെ റൈറ്റ് സൈഡാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ക്രോസ് പീസ് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രോസ് പീസിനെ ഒന്ന് മടക്കി വീണ്ടും ഈ സ്റ്റിച്ചിങ് കവർ ചെയ്യുന്ന പോലെ ഒന്നുകൂടെ മടക്കിയിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് എത്തുമ്പോൾ ഈ ഒരു ക്രോസ് പീസിനെ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി സെൻറ്ററിൽ നിന്നും ഒന്നുകൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.